യവൻ പുലിയാണ് കേട്ടാ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. നമ്മുടെ പക്കാ ഫിസിക്സിന്റെ ഇവൻ പുലിയാണ് കേട്ട എന്ന് പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലരുടെയും വിചാരം ഒപ്റ്റിക്സിൽ പ്രിസം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്ന വെറും ഡെറിവേഷൻ മാത്രമാണ്, പ്രിസത്തിന്റെ ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ 4 മാർക്ക് ഉറപ്പാണ് എന്ന് തെറ്റിദ്ധരിച്ച് വെച്ചവരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരും. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന പ്രിസത്തിൽ നിന്ന് ഡെറിവേഷന് പുറമെ ഇതുപോലുള്ള പുലികളായ ചോദ്യങ്ങൾ കൂടി നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ 3 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. തയ്യാറല്ലേ മക്കളെ? സോ നമുക്ക് ചോദ്യം ഒരു 2 തവണ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ ചോദ്യം ഒരു 2 തവണ മനസ്സിരുത്തി നിങ്ങൾ എല്ലാവരും വായിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. റൈറ്റ്? ഫോർ ആൻ ഇക്വലേറ്ററൽ പ്രിസം, ഈ വാക്കിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം ആംഗിളിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇക്വലേറ്ററൽ പ്രിസം എന്ന വാക്കിന്റെ പ്രാധാന്യം. നമുക്ക് നോക്കാം. ഒരു ഇക്വലേറ്ററൽ പ്രിസം ഉണ്ട്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്നാ പറയുന്നത്? √2 ആണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് മക്കളെ? √2 ആണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ അഥവാ ക്യാപിറ്റൽ ഡി ആണ് നമുക്ക് പഠിക്കേണ്ടത്. സോ ഈ പറയുന്ന ഡെറിവേഷൻ വിശദമായി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എല്ലാവർക്കും ഇത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഡി അഥവാ മിനിമം ഡീവിയേഷൻ. ഓക്കെ, അതാണ് കാര്യം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഗിവൺ ഡാറ്റാസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. നമ്മുടെ ഫോമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അത് വെച്ച് നമ്മൾ അടിപൊളിയായി പെട്ടയ്ക്കാൻ പോവാണ്. എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും തയ്യാറല്ലേ മക്കളെ? റൈറ്റ്, നമ്മൾ തുടങ്ങാൻ പോവാണ്. ശ്രദ്ധിക്കണം. ആദ്യം ഗിവൺ ഡാറ്റാസ് ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് എല്ലാവരും ഇരിക്കടാ. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത്? ഇക്വലേറ്ററൽ പ്രിസം ആണെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? സോ ആംഗിൾ എ ഈക്വൽ ടു, ഞാൻ ആംഗിൾ ഇടുന്നില്ല, സിംപ്ലി എ എന്ന് കൊടുക്കുവാണ്. അത് ആംഗിൾ എനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് എത്രയായിരിക്കും? ഇക്വലേറ്ററൽ പ്രിസം ആണെങ്കിൽ ഒരു കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ തന്നിട്ട് എത്രയാണ്? √2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ അഥവാ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യത്തിൽ നല്ലൊരു വ്യക്തതയില്ലേ നിങ്ങൾക്ക്? യാതൊരുവിധ സംശയവുമില്ലാലോ മക്കളെ? ഇനി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യത്തിലോട്ട് കിടക്കാം. സോ ഗൈസ്, വി നോ ദ ഫോമുല. നമുക്ക് ഫോമുല അറിയാം. n ഈക്വൽ ടു സൈൻ a പ്ലസ് d/2 ഡിവൈഡഡ് ബൈ സൈൻ a/2. ഇത് നമുക്ക് അറിയുന്ന ഫോമുലയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്, നിങ്ങൾക്ക് അറിയുന്ന ഫോർമുലയാണ്. റൈറ്റ്? നമ്മുടെ പ്രിസത്തിന്റെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫൈനൽ ഫോർമുലയാണ്. സെറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. ഇതിൽ നമ്മുടെ വാല്യൂസും പാരാമീറ്റേഴ്സും ഡയറക്റ്റ് ആയി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത, വേറെ ഒരു കൺഫ്യൂസിങ് ഫാക്ടറും ഇല്ല. എന്നിന്റെ വാല്യൂ എത്രയാണ്? √2 ആണ്. സൈൻ എയുടെ വാല്യൂ എത്രയാണ്? 60. ഡി ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 60 ഡിവൈഡഡ് ബൈ 2. സൈൻ 60 ഡിവൈഡഡ് ബൈ 2 എല്ലാവർക്കും അറിയാം സൈൻ 30 ആണെന്നുള്ള കാര്യം. ഞാൻ അതുകൂടി അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നു. സോ √2 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 30. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായോ? ഒരു തരി സംശയമില്ലാലോ? സൈൻ 30 ഡിഗ്രി എത്രയാണ് മക്കളെ? സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതും നിങ്ങൾക്കറിയാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 1/2. സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോടാ. ഈ പറയുന്ന 1/2 ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. സോ √2 ഇൻറ്റു 1/2 എന്ന രീതിയിലോട്ട് മാറും. ശ്രദ്ധിക്കടാ, എല്ലാവരും ശ്രദ്ധിക്കടാ. So √2 into 1/2 equal to sin a plus d divided by 2. സോറി, എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ്? 60 ആണ്. സോ സൈൻ 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോ? ഇനി എൻ്റെ മക്കളെ നിങ്ങൾ തന്നെ പറയടാ. √2 ഇൻറ്റു 1/2, ഞാൻ ഈ 1/2 എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ √2 ഇൻറ്റു 1/√2 ഇൻറ്റു 1/√2. ശരിയല്ലേ? ശരിയല്ലേ? ഒരു സംശയമില്ലാലോ? ഈ 2നെ ഞാൻ √2 ഇൻറ്റു √2 എന്നതല്ല, അവിടെ ഇൻറ്റു ഇടാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആവും. റൈറ്റ്? √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 1/2നെ 1/√2 ഇൻറ്റു √2 എന്ന് എഴുതി. ഓക്കെ ഫൈൻ. ഈക്വൽ ടു നോക്കണം. ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2. നമുക്കിവിടെ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ √2 ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്? 1/√2 ആണ്. ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2. സോ നിങ്ങൾ തന്നെ പറയടാ, ഈ സൈൻ ഞാൻ ഈ സൈഡിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ആയിട്ട് മാറും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ഈക്വൽ ടു 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. സെറ്റ് അല്ലേ?
ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? നിങ്ങൾ പറയടാ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എത്രയാണ് മക്കളെ? 45 ഒരു സംശയവും വേണ്ട. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് വെച്ചാൽ 45 ഡിഗ്രിയാണ്, ഈക്വൽ ടു 60 + d/2. ഈ 2 ഞാൻ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ, ഇവിടെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 ആയിട്ട് മാറും. സോ 90 വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 60 + d എന്ന് വരും. സോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ d വിൽ ബി ഈക്വൽ ടു 90 - 60. സോ d ഈക്വൽ ടു എത്ര വരും? 30 ഡിഗ്രി. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ മക്കളെ? ജസ്റ്റ് ഫിസിക്സിന്റെ ടേംസിൽ പറയുവാണെങ്കിൽ ആദ്യത്തെ ആ ഫോർമുലയിൽ മാത്രമേ ഫിസിക്സ് ഒതുങ്ങുന്നുള്ളൂ, പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ആണ്. എങ്കിൽ പോലും 3 മാർക്കിന്റെ പ്രിസം എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പറയുന്നത്. സോ ഡെറിവേഷൻ അപ്പുറം ഇത്തരം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് കൂടി ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ ചോദ്യം വ്യക്തമായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ അറിയിക്കണം. ഉറപ്പായും എല്ലാ കമന്റുകളും വായിച്ച് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഏത് ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻ ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഏത് ചാപ്റ്ററിന്റെ ലൈവാണ് റിവിഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ആ ചാപ്റ്ററിന്റെ പേരും താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. സോ ഗൈസ്, ടേക്ക് കെയർ.